നാഗാഹ്വയ ആനന്ദേ വസൻ സുമൃഷ്ടമണിസൗധാഗ്രേ ബുധാഗ്രേ സര മരുദ്ധുതാഗ്രവിലസ ജ്യോത്സ്നോർദ്രമാൻ സ്വർദ്രുമാ കഥകളി. കേരളത്തിന്റെ തനത് കലയായ കഥകളി നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വേഷവിധാനങ്ങളോടുകൂടി രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യ കലാരൂപമാണ്. ചെറിയ ഉയർത്തിപ്പിടിച്ച വർണ്ണാഭമായ തിരശീലയ്ക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്കും അതുല്യമായ സംഗീതവും കേരളത്തിന്റെ സമ്പന്ന സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നൃത്തവും സംഗീതവും ഭാവങ്ങളുടെ പ്രകടനവും ഉൾക്കൊള്ളുന്ന കലാരൂപമാണ് ഇത്. ദൈവങ്ങളും പ്രേതങ്ങളും വീരന്മാരും അടങ്ങിയ ഇതിഹാസങ്ങളുടെ ആവിഷ്കാരത്തിലൂടെ കഥകളി സംഗീതത്തിനും നൃത്തത്തിനും പാഠ്യരൂപത്തിനും ശാരീരിക പ്രകടനത്തിനും അടിത്തറയുള്ള ഒരു നാട്യകലയായി വളർന്നു. പതിനാറാം നൂറ്റാണ്ടിൽ കിഴക്കൻ കേരളത്തിൽ ആരംഭിച്ച ഈ നാട്യരൂപം ഭാവം, നൃത്തം, നാടകം, സംഗീതം എന്നിവയുടെ സമന്വയമാണ്. കഥകളിയുടെ കഥ 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ആരംഭിക്കുന്നു. സമയം കഴിഞ്ഞുപോയതോടെ പ്രാദേശിക സ്വാധീനങ്ങൾ ഈ കലാരൂപത്തെ 2 പ്രധാന ശൈലികളിലേക്ക് ആകർഷിച്ചു. ഒരേ തറവാടിൽ നിന്നുള്ള ഈ ശൈലികൾ പ്രാദേശിക ആചാരങ്ങളും സാംസ്കാരികങ്ങളുമായിട്ടുള്ള സ്വാധീനങ്ങളാൽ വ്യത്യസ്ത ദിശകളിലേക്ക് മാറി. എന്നാൽ കഥകളിയിലെ 2 പ്രധാന ശൈലികൾ വടക്കൻ അഥവാ കല്ലുവഴി സമ്പ്രദായവും തെക്കൻ അഥവാ കപ്ലിങ്ങാട് സമ്പ്രദായവും അതിൻ്റെ ഭിന്നമായ ദേശീയപരമായ പശ്ചാത്തലം, ദൈവാരാധന, സാംസ്കാരിക സ്വാധീനം, സാങ്കേതിക മുന്നേറ്റം തുടങ്ങിയ വിവിധ ഘടകങ്ങളുടെ ഫലമായി രൂപം കൊണ്ടു. ഇരു ശൈലികളും ഒരേ വേരിൽ നിന്നുള്ളതാണെങ്കിലും അവയുടെ വ്യത്യാസങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രകടമാണ്. വടക്കൻ ശൈലിയിൽ ഊർജ്ജസ്വലതയ്ക്കും ധൈര്യത്തിനും പ്രാധാന്യമുള്ളപ്പോൾ തെക്കൻ ശൈലി സാവധാനം, ചാരുത എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്നു.
വടക്കൻ ശൈലി കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലെ ഈ ശൈലിയിൽ കളരിപ്പയറ്റിൻ്റെ ശക്തമായ സ്വാധീനം കാണാനാവും. അതിനാൽ ഈ ശൈലിയെ കൂടുതൽ ഉജ്ജീവവും ശക്തിയുമുള്ളതും പ്രഭാവശാലിയായതുമാണ് എന്ന് വിശേഷിപ്പിക്കാം. തെക്കൻ ശൈലി കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ നിന്നാണ് രൂപം കൊണ്ടത്. പ്രാദേശിക ലൗകിക പാരമ്പര്യങ്ങളും നാടോടി കലാരൂപങ്ങളും തെക്കൻ സമ്പ്രദായത്തെ സ്വാധീനിച്ചു. ഈ സമ്പ്രദായങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ ആദരിക്കുന്നതിനൊപ്പം വരും തലമുറകൾക്ക് കഥകളിയുടെ മായാജാലം അനുഭവപ്പെടുത്താനും സാധിക്കും. ഈ രണ്ടു സമ്പ്രദായങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ക്രോഡീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന എളിയ ശ്രമമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
നമസ്കാരം ആശ, സ്വാഗതം. കഥകളി നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വേഷവിധാനങ്ങളോടുകൂടി രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യകലാരൂപമാണല്ലോ. സംഗീതത്തിനും നൃത്തത്തിനും പാഠ്യരൂപത്തിനും ശാരീരിക പ്രകടനത്തിനും അടിത്തറയുള്ള ഒരു നാട്യകലാരൂപമാണ്. അങ്ങനെ പിൽക്കാലത്ത് വളർന്നു വന്നപ്പോൾ അന്ന് ഗുരുമുഖത്താണ് അതൊക്കെ പഠിക്കുക, ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല. അങ്ങനെ അത് പല പ്രാദേശിക ആചാരങ്ങളും സംസ്കാരങ്ങളുമായിട്ട് സ്വാധീനപ്പെട്ടിട്ട് വ്യത്യസ്ത ശൈലികൾ രൂപം കൊണ്ടു. ഇത് ചിലപ്പോൾ സാധാരണ കഥകളി കാണുന്ന ഒരാൾക്ക് അത്ര വ്യക്തമായിട്ട് അറിയുണ്ടാവില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ആശാൻ ഇതിനെപ്പറ്റി ഒരു വർക്ക്ഷോപ്പ്, ഒരു സെമിനാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ, ചർച്ച. അപ്പോൾ അതിനെപ്പറ്റി ഇത്രയും വ്യക്തമായിട്ട് പറയുന്ന ആശാൻ തന്നെയാണ്. ഈ ശൈലികളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ഒരു ഫോർമാലിറ്റി എന്നുള്ളതിൽ ആശാൻ നിന്ന് സ്വാഗതം ചെയ്യണം ഈ ചട്ടത്തിലേക്ക്, പരിപാടിയിലേക്ക്. പക്ഷേ ആശാൻ സ്വാഗതം ചെയ്യുന്നതിൽ ഒരു സാഹസമായിരിക്കുമല്ലോ. അതിലും ആശാൻ തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്, കഥകളി ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, അന്നത്തെ കാലത്തെ കഥകളി ഒന്ന് വിശദീകരിച്ചാൽ പ്രേക്ഷകർക്ക്. കഥകളി എന്ന കലയ്ക്ക് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ. അപ്പോൾ ആ സമയത്ത് അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സ്കൂൾ പിയൂണായിരുന്നു അച്ഛൻ. അപ്പം അച്ഛൻ കലാപരമായിട്ടൊന്നും അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഉൾനാടുകളിൽ നടക്കുന്ന സ്കൂൾ ആനിവേഴ്സറികളിലൊക്കെ നാടകം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്നു. അത് കഥാപാത്രം നോക്കിയിട്ടില്ല, അച്ഛനോട് താല്പര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ നാട്ടിലും അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അച്ഛൻ സ്വയം ചെന്നിട്ട് ഒരു ഉത്സാഹത്തിൽ നാടകത്തിൽ അഭിനയിക്കാൻ മെനക്കെട്ടിരുന്നു. അത് ചിലപ്പോൾ രാത്രിക്ക് പോകും. കാരണം അച്ഛൻ സ്കൂൾ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കുളിച്ച് അത്താഴം കഴിച്ച് അച്ഛൻ യാത്രയെ പോകും. അപ്പോൾ ചിലപ്പോൾ അച്ഛനും കൂടെ ഞാനും പലപ്പോഴും ഈ രാത്രിയൊക്കെ പോയിട്ട് നാടകം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്, ഡയലോഗ് പറഞ്ഞത് കേട്ടിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അതൊന്ന് മാറിയിട്ട് അച്ഛൻ പലപ്പോഴും കഥകളി കാണാൻ പോയിരുന്നു. ഈ കഥകളി കാണാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. കാരണം അച്ഛൻ കഥകളി ഇങ്ങനെ കാണാൻ പോകുമ്പോൾ ഈ അരങ്ങുകളിൽ മാത്രമല്ല അണിയറെ കൊണ്ട് കാണിച്ചിട്ട് എന്നെ ആശാന്മാരെ ദൂരെ നിന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നിരുന്നു. പിന്നെ കഥാപാത്രങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്, കഥ നമുക്ക് നടക്കുമ്പോൾ ലൈവായിട്ട് പറഞ്ഞ് തരും. അച്ഛനത് പഠിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ്റെ ഗ്രഹിതം വെച്ചിട്ട് ഞങ്ങൾ 4 മക്കളിൽ ഞാൻ മാത്രമേ അച്ഛനോട് പോയിട്ടുള്ളൂ. അങ്ങനെയുള്ള കാലങ്ങളിൽ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ് വരെ എത്തിയ ശേഷമാണ് ഞാൻ ഈ കളിക്കമ്പം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ എന്നാലും ശരി ഇത് പഠിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ആ തീരുമാനത്തിൽ നിന്നാണ് അച്ഛൻ അന്വേഷിച്ച് കലാമണ്ഡലത്തിൽ ചേർക്കണമെന്ന് കണ്ടിട്ട് അവിടെ ജൂൺ മാസം കുട്ടികളെ എടുക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂവിന് കാർഡ് അയക്കലും അവിടുന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ച് ഞാൻ ചെന്ന് കലാമണ്ഡലത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട് സംസാരിക്കുന്നത് ശ്രീമതി സുമംഗല തമ്പുരാട്ടിയാണ്. അതിപ്പോൾ ഇല്ല. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് വന്നത് വാങ്ങി അതിൽ പേരൊക്കെ നോട്ട് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടിട്ട് അവർ ഞാൻ തൃക്കടിയിലെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ വെള്ളിനേഴി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക അടുപ്പം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇൻ്റർവ്യൂവിന് പൊക്കോളും, എന്തായാലും ഞാൻ കാർഡ് അയക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉള്ളവർക്ക് പറയാം. അങ്ങനെയുള്ള കലാമണ്ഡലത്തിൽ ആ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഒരാഴ്ച കഷ്ടി ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. അപ്പോൾ കലാമണ്ഡലത്തിൽ കത്ത് വന്നു, അവിടെ എടുത്തു, വന്ന് ചേരാൻ പറഞ്ഞു. പിന്നെ സ്കൂളിൽ ഒരു ഔപചാരികയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് TC വാങ്ങുകയാണ്. കിട്ടി ബോധിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് TC വാങ്ങി കലാമണ്ഡലത്തിൽ വെച്ച് വരികയാണ്. അങ്ങനെ ആ കലാമണ്ഡലത്തിൽ ചേർന്നതിൻ്റെ ഇടക്കാലത്ത് ഞാൻ കുറേ കഥകളി കാണാൻ പോയിരുന്നു അച്ഛൻ്റെ ഒപ്പം. അന്നൊന്നും ഇന്നത്തെ അവസ്ഥയിലുള്ള ഒരു കഥകളി നടത്തിപ്പോന്നല്ല. അരങ്ങിൽ വരെയുള്ള വ്യത്യാസങ്ങൾ, അരങ്ങിൽ ചാണകം മെഴുകിയിട്ടുള്ള നിലവും 4 മുളങ്കാല്, അതിന് മുകളിൽ ചാണകത്തിൽ മെഴുകിയിട്ടുള്ള പരമ്പിട്ടിട്ടുള്ളത്, തെങ്ങും പട്ട കൊണ്ട് മറിച്ചിട്ടുള്ള അണിയറകളൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു. പെട്രോമാക്സ് വെളിച്ചത്തിൽ, അതെ, നിലവിളക്ക് നന്നായി വലിയ നിലവിളക്ക് വെക്കുക, പെട്രോമാക്സിന് വെളിച്ചത്തിൽ കഥ ചമക്കുക,
കുറെ കഴിഞ്ഞാൽ ഈ പെട്രോമാക്സ് എടുത്തിട്ട് വീണ്ടും അവര് റീഫിൽ ചെയ്യുന്ന കാണാം, പ്രഷർ ഇങ്ങനെ എയർ അടിച്ച് കയറ്റണം. അപ്പൊ അതൊരു ഭയങ്കര കൗതുക കാലഘട്ടം. ഇന്നിപ്പോ ആ കാലഘട്ടം ഒന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലായിടത്തും നല്ല വെളിച്ചത്തിന്റെ അധികം പ്രസരിപ്പ എല്ലാവരും. ഇന്നിപ്പോ മഞ്ഞ വെളിച്ചം വേണം, വെള്ള വെളിച്ചം വേണം, നമുക്ക് പറഞ്ഞിട്ട് ഇന്ന സ്റ്റേജ് ചെല്ലുമ്പോ സൗകര്യങ്ങളായി മാറി. ആ കാലം അതിനുശേഷം ഞാൻ അവിടെ ചേർന്നിട്ട് ഒരു ആദ്യത്തെ കൊല്ലം 1982 ഞാൻ എൻ്റെ പഠനകാലം ആരംഭിക്കുന്നത്. കളരിയിലേക്ക് ചെല്ലുക, ഇന്ന് കളരിയിലാണ് പഠിക്കുക. അപ്പൊ കളരിയിൽ ചെന്നാൽ ആദ്യം നമുക്ക് തുടങ്ങുമ്പോൾ കച്ചയും മെഴുക്കും തരുന്ന ചടങ്ങുണ്ട്. അത് അന്നത്തെ ആചാര്യൻ ആരാണോ, വലിയ പരമാചാര്യൻ ആരാണോ അദ്ദേഹത്തെ. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ പത്മഭൂഷൺ രാമകേശനാണ് ആശാൻ പ്രിൻസിപ്പൾ. അപ്പൊ ആശാന്റെ കയ്യിൽ നിന്ന് കച്ചയും മെഴുക്കും വാങ്ങിയിട്ട് കഥകളി പഠനം ആരംഭിച്ച് ഞാൻ യാദൃശ്ചികമായി തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ദൈവാചരണം എന്ന് പറയട്ടെ, എൻ്റെ കഥകളിയുടെ അവസാനത്തെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയതും അദ്ദേഹത്തിന്റെ കഥയിൽ തന്നെയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നായിരുന്നു അവസാന കാലഘട്ടം ഞാൻ എൻ്റെ കഥകളി അഭ്യാസം നടത്തിയത്. പിന്നീട് അവിടെ തന്നെ ആശാനായിട്ട് അധ്യാപകനായിട്ട് ഞാൻ പലപ്പോഴായിട്ട് കലാമണ്ഡലത്തില് എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടും അവിടെ താൽക്കാലിക അധ്യാപകനായിട്ട് ഒരു 15 വർഷത്തോളണ്ടായിരുന്നു. അത് പലപ്പോഴായിട്ടുണ്ടായത് 8 കൊല്ലത്തോളം തുടർച്ചയുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉള്ള കാലം പലപ്പോഴായിട്ട് 3 കൊല്ലം 2 കൊല്ലം ഒക്കെ അങ്ങനെയായിട്ടുണ്ടായിരുന്നത്. ഈ വടക്കൻ തെക്കൻ ശൈലികൾ അന്നുണ്ടോ? അത് കലാമണ്ഡലത്തിന്റെ ആരംഭകാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കലാമണ്ഡലം രൂപം കൊണ്ട് മുതൽ തന്നെ കലാമണ്ഡലത്തിൽ കഥകളുടെ 2 ശൈലികളുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ അല്ലെങ്കിൽ വടക്കൻ, ഈ 2 ശൈലികളും കലാമണ്ഡലത്തിലുണ്ട്. ഈ തെക്കൻ ശൈലി കപ്ലിങ്ങാടൻ എന്ന ശൈലി അറിയപ്പെടുന്ന തെക്കൻ ശൈലി അന്ന് നന്നായിട്ട് അഭ്യസിപ്പിച്ചിരുന്ന ആശാന്മാർ ഞാൻ ചെല്ലുമ്പോൾ മങ്കമ്പാസാനായിരുന്നു അവിടെ സീനിയറായിട്ടുള്ള ആശാൻ. ഞാൻ ചെല്ലുന്ന കാലത്ത് പിന്നെ രാശിരാശ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം തുടർന്ന് കുറച്ച് പ്രസന്നാശാൻ പോലുള്ള ആശാന്മാരെ കൊണ്ടുവരും. തെക്കൻ്റെ വടക്കലില് രാമകേശൻ മുതൽ പത്മനാഭനാശാൻ, ഗോപിയാശാൻ, വാസുക്ഷാരിയാശാൻ, വിജയനാശാൻ, MBS ആശാൻ, ബാലസുബ്രഹ്മണ്യൻ മുതലുള്ള ആചാര്യന്മാർ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അന്ന് 2 ശൈലി പഠിക്കുക എന്ന് പറഞ്ഞത് നമുക്കൊരു ശൈലി പഠിക്കാൻ പറ്റുള്ളൂ. 2 ശൈലിയും നമുക്ക് നല്ല വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പ്രയോഗത്തിൽ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതിൽ കഥകളി രൂപപ്പെട്ട കാലത്ത് ആദ്യത്തെ ശൈലിയാണ് ഈ കപ്ലിങ്ങാടൻ ശൈലി. പിന്നെ തെക്കൻ അതിനുശേഷം ഉണ്ടായ കപ്ലിങ്ങാടൻ ശൈലിക്ക് തുടർച്ചയുണ്ടായ അത് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കളരി സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ കല്ലടിക്കോട് പ്രദേശങ്ങൾ നിലനിന്നിരുന്ന കളരികളിലാണ്, കാവുങ്ങൽ കളരികളിലാണ്. കുഴപ്പമണ്ണ കളിയോഗം ഉണ്ടെങ്കിലും അവിടുത്തെ കളരികളും അങ്ങനെയൊക്കെ ആ കളരികളിൽ ഈ കളരി ഇങ്ങനെ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ വെട്ട സമ്പ്രദായം പറഞ്ഞാൽ വെട്ടത്തി രാജാവിന്റെ കീഴിൽ ഇങ്ങനെയുള്ള സമ്പ്രദായം പോകും. അപ്പൊ ആ സമ്പ്രദായത്തിനെ വെട്ടത്തി രാജാവിന്റെ അതിസമ്പ്രദായത്തിനെ വെട്ടത്തി സമ്പ്രദായം എന്ന് പറയും. അപ്പോ ഈ കല്ലടിക്കോട്ട സമ്പ്രദായം അതിന് ഇന്നത്തെ ശൈലിയുടെ രീതിയിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ നിലയ്ക്ക് അല്ലാതെ അതൊക്കെ ആ കപ്പളിങ്ങാടൻ ശൈലിയിൽ നിന്ന് മാറി വന്ന സമ്പ്രദായങ്ങളായിരുന്നു ഇതൊക്കെ. ഈ കല്ലടിക്കോട്ട സമ്പ്രദായം ആണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വെട്ട സമ്പ്രദായം ആണെങ്കിലും ഈ വെട്ട സമ്പ്രദായം കല്ലടിക്കോട്ട സമ്പ്രദായം ഒക്കെ മാറി അതൊന്ന് രൂപപ്പെട്ട അല്ലെങ്കിൽ കപ്പിങ്ങാട് സമ്പ്രദായത്തിൽ മാറി രൂപപ്പെട്ടതാണ് വടക്കൻ ചിട്ട് എന്ന കല്ലുവഴി ചിട്ട. അപ്പൊ അത് കല്ലുവഴി ചിട്ട എന്ന ആ കല്ലുവഴി പാലക്കാട് ജില്ലയിലെ കല്ലുവഴി പ്രദേശത്ത് നിന്നിരുന്ന ആചാര്യന്റെ നേതൃത്വത്തിൽ അതിന് വേണ്ട പരിഷ്കാരങ്ങൾ വരുത്തി തെക്കൻ ശൈലിയിൽ നിന്ന് മാറി വന്നിട്ട് എല്ലാ കാര്യങ്ങളും അടവുകൾക്ക്, നിലകൾക്ക്, മുദ്രാപ്രകടനങ്ങൾക്ക്, ആട്ട സമ്പ്രദായത്തിന്, അഭിനയ സമ്പ്രദായത്തിന്, എല്ലാ കഥകളുടെ സമ്പ്രദായത്തിന് വടക്കൻ സമ്പ്രദായം മാറിയത് തികച്ചും വേർതിരിവോട് കൂടിയിട്ടാണ്. ആ സമ്പ്രദായം ഇക്ഷ്വാരിശ്യമേനോൻ, കല്ലുവഴിക്കാരനായിരുന്ന ഇക്ഷ്വാരിശ്യമേനോൻ തുടങ്ങി ആ പരിഷ്കാരം അദ്ദേഹത്തിന്റെ ശിഷ്യനായ കൊട്ടിക്കാവിൽ രാമണ്യമനാശാനിൽ കൂടെ അത് വളർന്ന് വികസിച്ചു. തുടർന്ന് അത് വലിയ പരമ്പരയിലൂടെ
ഇന്ന് ഞാനടക്കം അത് അഭ്യസിച്ചിട്ട് ഈ ശൈലി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തെക്കൻ ശൈലി എന്ന് പറയുമ്പോൾ ഇന്നും എൻ്റെ അറിവിൽ കലാകേരളത്തിൽ കഥകളി അഭ്യസിക്കുന്നുണ്ടെങ്കിൽ തെക്കനും വടക്കനും അഭ്യസിക്കുന്നുണ്ടെങ്കിൽ അത് കലാമണ്ഡലം മാത്രമാണ്. കലാമണ്ഡലം മുഴുകി വേറെ സ്ഥാപനത്തിൽ ഇത് അഭ്യസിക്കുന്നത് തോന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ഈ കല്ലുവഴി ശൈലിയുടെ ഒപ്പം ഈ കപ്പികാട് ശൈലി. കാരണം അതിൻ്റെ അഭിനയ സമ്പ്രദായവും അതിൻ്റെ നൃത്ത സംവിധാനവും തികച്ചും നമുക്ക് നല്ല രീതിക്ക് അറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ചിട്ട, അതിൻ്റെ അവതരണക്രമം വ്യത്യാസമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ തൊഴുതു കുമ്പിടുക എന്ന് തൊഴുതു കുമ്പിടാണ് നമ്മൾ ആരംഭിക്കുക. ഈ തൊഴുതു കുമ്പിടുന്ന രീതി തന്നെ വടക്കലിലും തെക്കലിലും നല്ല വ്യത്യാസം. ഇപ്പോഴാണ് നമ്മുടെ രവികുമാർ ആശാൻ ആണ് തെക്കൻ ശൈലി ലീഡ് ചെയ്തത്. വടക്കൻ ശൈലി താങ്കളും കല്യാകുമാര കഥകളിലെ കുട്ടികളുമായിരുന്നു. അപ്പൊ ഇതില് തൊഴുതു കുമ്പിടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അത് വടക്കൻ അല്ലെങ്കിൽ കല്ലുവഴി സമ്പ്രദായത്തിൽ തൊഴുതു കുമ്പിടാൻ കാല് സമത്തിൽ ചേർത്ത് വിരലുകൾക്ക് ചേർത്ത് പറ്റിച്ച് മുട്ടുമടക്കി നിന്ന് തൊഴുതു നിന്നിട്ട് അത് വൃത്താകൃതിയിൽ ചുറ്റിയെടുക്കും. എന്നിട്ട് വലതുകാല് മുമ്പിലേക്ക് നീക്കി പൊക്കി അരയ്ക്ക് സമം പൊക്കി വീണ്ടും ചേർത്ത് വെച്ച് മുന്നിലേക്ക് കയ്യും കാലും നീക്കി വെച്ച് ഇടതുകാല് മുമ്പിലേക്ക് വെച്ച് ഇരുന്ന് അമർന്ന് എണീക്കുന്ന സമ്പ്രദായമാണ്. ഇതൊരു കാല് ചേർത്ത് വെക്കുന്ന സമ്പ്രദായമാണ് കല്ലുവഴി ശൈലി. തെക്കൻ ചീട്ട അല്ലെങ്കിൽ കപ്പിളിങ്ങാട് ചെയ്ത ശൈലിയിൽ തൊഴുതു കുമ്പിടുക എന്ന് പറയുമ്പോൾ സമത്തിൽ നിന്ന് കൈകൾ ഇങ്ങനെ താഴ്ത്തി പിടിച്ച് അല്ലെങ്കിൽ കമിഴ്ത്തി പിടിച്ചിട്ട് വലതുകാല് പരത്തി ചവിട്ടി എന്നിട്ട് ആ കാല് കൂട്ടിയിട്ട് മുമ്പിലേക്ക് വലതുകാല് പൊക്കി കുമ്പിടുന്ന രീതിയാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അത് തികച്ചും വ്യത്യാസമാണ് തെക്കൻ്റെ വടക്കൻ. ഇനി തൊഴുതു കുമ്പിടുക, അതായത് രാഗംപാടി കലാശിച്ച് ഒന്നാം മുമ്പായിട്ട് അതില് എന്തൊക്കെ വ്യത്യാസങ്ങൾ? അത് വടക്കൻ ശൈലിയിൽ തൊഴുതു കുമ്പിടുന്ന പുറപ്പാടിന്റെ മുന്നോടിയായിട്ടുള്ള കുമ്പിടല് 4 എണ്ണം മതി. അത് തിരക്കകത്ത് ചെയ്യുന്നത് ഓഡിയൻസിന് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് 3 എണ്ണം, ഓപ്പോസിറ്റ് വിപരീത അവസ്ഥയിൽ ഒരു തൊഴുതു കുമ്പിടുകയാണ് ചെയ്യുക.
തെക്കനിൽ വ്യത്യാസമുണ്ട്. തോടയം എന്ന് പറയുന്നത് തികച്ചും നൃത്തപ്രധാനമാണ്. തോടയം അഭ്യസിക്കുന്ന കാലത്ത് തന്നെ തോടയത്തിന്റെ വായ്ത്താരി പറഞ്ഞാണ് നമ്മളത് പഠിക്കുക. ആദ്യകാലങ്ങളിൽ തോടയം അരങ്ങിൽ അപൂർവമായി കാണിച്ചിരുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് തിരശ്ശീലയ്ക്ക് അകത്തായിരുന്നു പതിവ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈശ്വര പ്രാർത്ഥനയാണ് അതിൽ മുഴുവൻ വരുന്ന സാഹിത്യം. ഇത് സാഹിത്യം ദൈവിക സ്തുതിയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഗണപതി, സരസ്വതി, മഹാവിഷ്ണു, മൂകാംബിക, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ ദൈവീകപരമായിട്ടുള്ള സ്തുതികളാകുന്നത് കൊണ്ട് തന്നെ നൃത്തം മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത താളങ്ങളുടെ വ്യത്യസ്ത കാലങ്ങളിലാണ് അത് പൂർത്തിയാക്കപ്പെടുന്നത്. ഇത് വടക്കൻ്റെ രീതിയിൽ നിന്ന് വ്യത്യാസമാണ് തെക്കൻ്റെ രീതിയിൽ. തെക്കൽ നിന്ന് വന്നതാണ് വടക്കനെങ്കിലും കുറേയും കൂടി രണ്ട് ശരിക്കും വ്യത്യസ്തതകളാണ് നമുക്ക് കാണാം. ശരിക്കും തോടയം എന്ന് പറയുന്നത് ഒരു അലങ്കാരം അല്ലെങ്കിൽ സ്തുതി ഒക്കെ ആയിട്ടാണ് പറയപ്പെടുന്നത്. ആഭരണം, തോട എന്ന് പറഞ്ഞ ഒരു ആഭരണം. അപ്പൊ തോടയം എന്ന് പറയുന്നത് ഒരു മുഖമാണ്, അതായത് കഥകളുടെ മുഖമാണ്. അപ്പൊ അത് കഥകളിയിലെ അരങ്ങിന് കഥകളി സംഘാടകർ പറഞ്ഞ് മാത്രം ചെയ്യുന്ന ഒരു ചടങ്ങ്. അതെ അതെ, അത് താളത്തിന്റെ ഈ താളത്തില് വായ്ത്താരി പറഞ്ഞ ത്രിപുര താളത്തിലാണ് ഇപ്പൊ ഈ ചെയ്യുന്ന പാട്ടുകൾ.
പുറപ്പാട് വരുന്ന നാമപായ നിലപ്പതാണ്. പുറപ്പാട് ഇതിന്റെ നിലകൾക്ക് അടവുകൾക്ക് വ്യത്യാസമുണ്ട്. അത് രണ്ട് ലൈക്കും നല്ല വ്യത്യാസമുണ്ട്. ഇത് താളം ഒന്നാണെങ്കിലും അടവേ വ്യത്യാസം. താളക്രമം കൊണ്ട് പലപ്പോഴും തോടയും മരണത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും വേഷമൊന്നുമില്ല, നിഷ്കർഷൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ പലപ്പോഴും പലരും അതിനെ കുറച്ചുകൂടി കാലക്രമം കൊണ്ട് ചെറിയ ആഭരണങ്ങൾ ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ തോടം ചെയ്യുന്ന ആ വ്യക്തി കാലിൻ്റെ തണ്ടപ്പതപ്പും ചിലങ്കയും കെട്ടിയിട്ട് ചെറിയ മുഖത്ത് എഴുത്ത് ചെയ്തിട്ടാണ് വരും. ഇപ്പോൾ കാലക്രമം അതിന് ഹസ്തകടകം, തോൾപ്പൂട്ട്, അതേമാതിരി കഴുത്താറമൊക്കെ ആയിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. തലയിൽ തന്നെ ഒരു കരവാല് കെട്ടിയിട്ട് അത് പല രീതിയിൽ കുറച്ചുകൂടി ഭംഗി നിറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുന്ന കലാണ് ഇപ്പോൾ പലപ്പോഴും കണ്ടത്. പല ഭാഗങ്ങളും കാണാറുണ്ട് വ്യത്യസ്ത രീതിയിൽ. പക്ഷെ തോടയത്തിന് പലപ്പോഴും കഥകളിയുടെ മറ്റു വേഷങ്ങളായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല.
ഈ കലാശം എന്നല്ലേ എന്ന് പറയാ ഈ കൈ കാണിക്കുന്നത്, അത് വടക്കൻ ശൈലിയിലും തെക്കൻ ശൈലിയിലും ഈ കഴുത്തിന് മുകളിലേക്ക് വരാൻ പാടില്ല, അത് എല്ലാ ഇതിലും ഉണ്ടല്ലോ. അല്ല, കലാശം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പാണ്. അത് ഒരു 2 വരികളുടെയോ 4 വരികളുടെയോ അതിൽ നിന്ന് വരുന്ന ഒരു എൻഡ്. അപ്പൊ അതിനെ കാണിക്കുന്നതിനെ പറയുന്ന സാധാരണ ഒരു കലാശം തെക്കന്റെയും വടക്കന്റെയും വ്യത്യാസമുണ്ട്. ആ മുദ്രാപ്രയോഗ നിലയ്ക്ക് വ്യത്യാസമുണ്ട്. അതായത് തോളിന്റെ സമത്തില് വടക്കനില് മുദ്ര നൃത്തഹസ്ത മുദ്ര പിടിച്ചുകൊണ്ടാണ്. എന്നാൽ നൃത്തഹസ്ത മുദ്രയ്ക്ക് പകരം തെക്കനില് അത് മാറിന് കുറച്ച് താഴ്ത്തി പിടിച്ചുകൊണ്ട് കയ്യ് ചുഴറ്റി എടുത്തുകൊണ്ടാണ് അവർ കലാശിക്കുക. അത് വ്യത്യാസമുണ്ട്. അതായത് ദിത്തത്ത കലാശം എന്നാ പറയുക. ദിത്തത്ത കലാശത്തിന്റെ വ്യത്യാസങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മിക്കവാറും വട്ടം വെച്ച് കലാശങ്ങൾക്ക് ഒരു വൃത്താകൃതിയിലാണ് അതിന്റെ ശൈലികളെ നൃത്തം പൂർത്തിയാക്കുന്നത്. അത് 2-3 തലത്തിലുള്ള വട്ടം വെച്ച് കലാശങ്ങൾ, പ്രത്യേകിച്ച് 4 എണ്ണം ചെമ്പടയിൽ ചെയ്യുന്ന ഇടത്തരം അല്ലെങ്കിൽ കുട്ടിത്തരം വേഷങ്ങൾക്ക് ചെയ്യുന്ന കലാശങ്ങൾ വടക്കനിൽ പതിവുണ്ട്. അത് തെക്കനിലെ എണ്ണം കൂടുതലുണ്ട്. ആ വ്യത്യാസം അത് നല്ലോണ്ട്. അത് വടക്കനില് 4 എണ്ണം ഒന്ന് പറഞ്ഞ് ആദ്യത്തെ 3 അടി വെച്ചിട്ടാണ്. അതെ, ചെമ്പട തിത്തൈ എന്ന 4 മാത്രയില് 3 അടിയിൽ ചെമ്പട താളത്തിൽ ചെയ്യുന്നത്. വടക്കനില് 4 കാല് വീശിയിട്ട് 4 കാല് വീശിയിട്ട് ഇത്തി ഇത്ത ഇത്തിത്തിത്ത എന്ന 1ാമത്തെ. 2ാമത്തത് ഇതേ 4 കാല് വീശിട്ട് തെയ്തിത്തൈ. അങ്ങനെ 4 എണ്ണം. ഇത് അങ്ങനെ 4 എണ്ണം പതിവ് തെക്കൻ ചെയ്യണം.
സാധാരണ ഈ ദൂതൻ പിന്നെ കൃഷ്ണവേഷം ഒക്കെയാണ് ഈ അതിന് വേണ്ടിയിട്ടാണ് വട്ടവെച്ച കലാശം. വട്ടവെച്ച കലാശങ്ങൾ, അതെ അതെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇടത്തരം കുട്ടിത്തരം വേഷങ്ങളിൽ പെട്ടാണ് ദൂതനൊക്കെ. അപ്പൊ അതിന് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വട്ടവെച്ച കലാശങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഉത്തരാശനപരം ദൂതനൊക്കെ ഇത് രണ്ടും ഇടകലത്തിലാണ് ചെയ്യണമെങ്കിൽ കൂടെ ഉത്തരസേമരം ദൂതനില് ആദ്യത്തെ കലാശം എടുക്കുന്നത് ഇത്തിത്തെ ആണ്. രാവണ വിജയം അതിലും വരുന്നത്. ഇനി അടുത്തത് അഷ്ടകലാശമാണ്. 8 കലാശം ഉണ്ടാവും തെക്കനില്. അതെ, വടക്കലില് 4 കൂട്ടക്കല. അതെ അതെ. അത് രണ്ടും വ്യത്യാസമുണ്ട്. എന്ന് മാത്രമല്ല, തെക്കനില് എടുക്കുന്നത് പോലെ വടക്കലില് അഷ്ടകലാശം എടുക്കുന്ന വേഷങ്ങളിൽ നിന്ന് എണ്ണി പറയാൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കാലയുഗം കഥയില് അർജുനൻ സ്വർഗത്തിൽ ചെന്ന് അമ്മയെ കണ്ട സന്ദർഭത്തിലാണ് എടുക്കുന്നത് ഒരു സന്ദർഭം. പിന്നെ സുഭദ്രാഹരണം ബലഭദ്രൻ കൃഷ്ണൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ അത് കഴിഞ്ഞ് വടക്കൻ ശൈലിയിൽ പിന്നത് കൂട്ടക്കലാശായിട്ട് ശൗര്യഗുണം എന്ന പദത്തിന് ശേഷം ഭീമൻ കല്യാണ സുഖത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് കൂട്ടക്കലാശം എന്ന് പറയാൻ പറ്റും. മുഴുവനായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ സദനം ശൈലിയില് കുമാരനാശാൻ ആശാൻ കുറച്ചു കാലത്തിന് ആശാന്റെ ആയിട്ടുള്ള ആശാൻ പലപ്പോഴും അരങ്ങുകളില് ഹനുമാന് ആശാനാകുശലന്മാരെ കണ്ട ആനന്ദത്തില് ശ്രീരാമസ്വാമിയോടുള്ള ഭക്തിയും ഈ കുട്ടികളുടെ സ്നേഹവും കാരണം അച്ഛൻ ആ സമയത്ത് ആ സന്ദർഭത്തിൽ ആശാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ വടക്കൻ ശൈലിയില് ഹനുമാൻ വടക്കൻ ശൈലിയില്ല, കലാമണ ശൈലി അതില്ല. അപ്പൊ അതുതന്നെ
അതിൽ ത്വാഷതി മമ സഖി എന്ന് കരുതുക നമുക്ക്
ಎನ್ನು ಕರುದುಕ ಸಾಬ್ರ ಮಮ್ಮ ಸಖೇ സ്ത്രീവേഷപ്രധാനങ്ങളുള്ള മുദ്രകളാണ് നമ്മൾ ചെയ്യണ്ടായി. ഇളകിയാട്ടം എന്ന് പറയുന്നത് വടക്കൻ ശൈലിയില് ഈ ഇളകിയാടുക എന്ന വാക്കുപോലെ തന്നെ ചലിച്ച് അല്ലെങ്കിൽ ആടി ഒലഞ്ഞ് കാണിക്കുന്നതിനെ ഇളകിയാട്ടം എന്നാണ്. ശരിക്കൊരു വാക്ക് അല്ല, വടക്കൻ ശൈലിയിലാവുമ്പോ മുദ്ര അഭിനയ, അതായത് ഓരോ മുദ്ര കാണിക്കേണ്ട രീതിയുണ്ട്. അത് ഇന്ന മുദ്രകൾക്ക് ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അരങ്ങിന്റെ മുമ്പില് അല്ലെങ്കിൽ അരങ്ങിന്റെ പുറകില് അല്ലെങ്കിൽ വശങ്ങളിലേക്കായിട്ട് കോണുകളിലേക്കായിട്ട് അങ്ങനെ പ്രത്യേക രീതിയിൽ കാണിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പദാഭിനയം പഠിക്കുന്ന രീതിയാണ്. അതിന് പ്രയോഗിക്കുന്നതാണ് ഈ ഇളകിയാട്ടങ്ങൾ. അപ്പൊ വടക്കനിലെ ഇളകിയാട്ടം പറഞ്ഞാൽ 8 തരത്തിലുണ്ട്. സാമാന്യത്തിൽ പറഞ്ഞ 8 തരത്തിലുണ്ട്. 8 തരത്തില് ഉള്ളതിനെ ആ മുദ്രാഭിനയ പദ്ധതി പഠിച്ചാലാണ് നമുക്ക് ചിട്ടുള്ള പദങ്ങൾക്ക് സഹായകരമായിട്ടുള്ള അടവുകളായിട്ട് വരാം, മുദ്രാപ്രയോഗമായിട്ട് വരാം. എന്നാൽ തെക്കനിലെ ഇളകിയാട്ടം എന്ന് പറയുന്നത് പദത്തിന്റെ ഇടയിൽ വരുന്ന ആട്ടങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ചോ പദം കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആട്ടങ്ങളെ കുറിച്ചാണോ ഇളകിയാട്ടങ്ങൾ എന്ന് പറയുന്നത്. മുദ്ര കാണിക്കുന്നതിനാണ് ഇളകിയാട്ടം എന്ന് പറയുന്നത്. പക്ഷെ വടക്കൻ സമ്പ്രദായ പ്രകാരം ഇളകിയാട്ടം എന്നത് മുദ്ര പ്രകടന രീതിയാണ്. വട്ടം വെച്ച് കാണിക്കുക, ചവിട്ടിച്ചാടി കാണിക്കുക, മുമ്പോട്ട് വെച്ച് ചവിട്ടി കാണിക്കുക, പുറകോട്ട് ചവിട്ടിച്ചാടി കാണിക്കുക, കെട്ടി വെച്ച് കാണിക്കുക, വീശിച്ചാടി കാണിക്കുക, കെട്ടി വെച്ച് കാണിക്കുക. തേര് എന്ന മുദ്ര ഒക്കെ വരുന്നതാണ്. തേര് എന്ന മുദ്ര കാണിച്ചു 2 വശങ്ങളിലേക്കും മാറി മാറി കാണിക്കുക എന്ന സമ്പ്രദായമുണ്ട്. കാരണം അരങ്ങിൽ വേണ്ടതാണ് ഇത്. അരങ്ങിൽ വശം തിരിഞ്ഞ് ചൊല്ലിയാടുമ്പോൾ അല്ലെങ്കിൽ കളിക്കുമ്പോൾ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ എണ്ണങ്ങൾ പഠിച്ചാൽ മാത്രമേ അരങ്ങത്ത് സ്വായത്തമാക്കാൻ പറ്റൂ, ചെയ്യാൻ പറ്റും. വശത്തേക്ക് ചവിട്ടിച്ചാടി കാണിക്കേണ്ട തേര് അഥവാ രഥം എന്ന മുദ്ര. നമുക്ക് വട്ടം വെച്ച് കാണിക്കുന്ന ഒരു മുദ്രയുണ്ട്. വട്ടം വെച്ച് കാണിക്കുന്ന മുദ്ര എല്ലാം ഒരുപാട് മുദ്രയുണ്ട്. എല്ലാം, ദേവൻ, പശു, പോകുക, ഇത് എല്ലാം എന്നുള്ളൊരു മുദ്ര. വട്ടം വെച്ച് കാണിക്കുന്നത് അങ്ങനെയാണ്. മുന്നിലേക്ക് വെച്ച് ചവിട്ടി ചാടി ചെയ്യുന്നതാണ് 3ാമത്തെ ഇളകിയാട്ടം എന്ന് പറയുന്നത്. ശത്രു എന്ന മുദ്ര ശൈലി. ശത്രു
കോണിലേക്ക് വെച്ച് ചവിട്ടി ചെയ്യുന്നത്, ചാടിക്കൊണ്ട് വെച്ചിലേക്ക് കോണിലേക്ക് ചവിട്ടി ചെയ്യുന്നത്. അത് 2 വശങ്ങളിലേക്കുമായിട്ടാണ് ചെയ്യുക. രാക്ഷസൻ, 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 രാക്ഷസി. ഓക്കെ ഓക്കെ. ഇത് 2 വശങ്ങളിലേക്കുണ്ട്. ദുഷ്ടൻ എന്നൊക്കെ കാണിക്കുന്നു. ദുഷ്ടൻ, അതായത് വടക്കൻ ശൈലിയാവുമ്പോൾ നമ്മൾ അഭ്യസിക്കുന്ന കാലത്ത് മുഷ്ടി മുദ്ര പിടിക്കുക. അല്ലെങ്കിൽ പട്ടുത്തെരീയം അല്ലാതെ കൈ പിടിക്കുന്ന സമ്പ്രദായത്തിന് വ്യത്യാസമുണ്ട്. അവിടെ തെക്കനിക്കാവുമ്പോൾ മുദ്രാക്കി മുദ്ര പിടിച്ചിട്ടാണ് ചെയ്യാറ്. ആ വെല്ലുകൾ ഇളക്കി, അതായത് തുറന്നു നിൽക്കുന്ന വെല്ലുകൾ 3 വെല്ലുകൾ ഇളക്കിക്കൊണ്ടാണ് ചെയ്യാറ്. വടക്കൻ ശൈലി മുഷ്ടി പിടിച്ചിട്ട് തിരശ്ശീല താഴ്ത്തിയ ചെയ്യാറ്. അതേ സമയത്തിന് 1-ാം കാലത്ത് തിരനോക്കാണെങ്കിൽ കൊട്ടോത്തരിയം പിടിക്കുകയാണ് പതിവ്. വടക്കൻ്റെ കൊട്ടോത്തരിയം, ആ ചോന്നാത്തിൻ്റെ ഒത്തരിയം പിടിച്ച് താന്ന കാലത്തിലാണ് തിരനോക്കുക.
അവിടെ ഒരു കാണിച്ച ഒരു ആട്ടം കാണിക്കുന്ന ഒരു തെക്കൻ ശൈലി പഠിച്ച ഒരാൾ ചെയ്യുന്ന ആട്ടക്രമത്തിൻ്റെ സമയത്ത് വടക്കൻ ശൈലി ചെയ്യുന്ന ആൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്ത് അത് അറിഞ്ഞ് ശൈലി എന്താണെന്ന് നേരത്തെ അറിയാവുന്നത് കൊണ്ടും രണ്ടുപേരും ശൈലി പരസ്പരം അറിയാവുന്നത് കൊണ്ടും ആ പ്രശ്നങ്ങളോട് ബാധിക്കാതെ പ്രേക്ഷകനെ ബാധിക്കാതെ ചെയ്യാൻ പറ്റും. ഇവിടെ ആ സമയത്ത് ആകെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആ ശൈലി തെക്കനാണോ വടക്കനാണോ എന്ന് അരങ്ങിനെ നയിക്കാൻ പിന്നണിയിൽ നിൽക്കുന്ന പാട്ടുകാരനും അവരെ ഒപ്പം നിൽക്കുന്ന മേളക്കാരുമാണ്. മേളക്കാർക്കും പാട്ടുകാർക്കും ഈ രണ്ട് ശൈലിയും ഒരുമിച്ച് ഒരേപോലെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ആ രംഗത്ത് തെക്കൻ്റെ ശൈലിക്ക് ഇത് ഇത്ര പാട്ടിന് ആവർത്തനം വരുന്നുണ്ട്, അല്ലെങ്കിൽ കലാശങ്ങൾക്കായാൽ ഇത് വടക്കനിൽ ഇത്രയേ വേണ്ടൂ എന്ന അറിവ് മേളക്കാരുണ്ടെങ്കിൽ മാത്രമേ ആ രംഗം വിജയിപ്പിക്കാൻ പറ്റൂ. Yeah.
ദർശകനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ ഈ ശൈലികൾ അറിയുന്ന അരങ്ങിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന മേളക്കാരുണ്ടാവണം. അതാണ് പ്രധാനം. അപ്പൊ ഈ പാട്ടുകാരും മേളക്കാരും എന്തായാലും രണ്ട് ശൈലി പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് കളരി ചൊല്ലിയാട്ടത്തിലാണ് ഒരു അതെ ചൊല്ലിയാട്ടത്തിൽ ഇപ്പൊ നമ്മള് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൊല്ലി തെക്കൻ വടക്കൻ ചൊല്ലിയാട്ടത്തിൽ കാണിച്ചിരുന്നു. പഞ്ചാരി കാളേകതും കഥയില് അതിലൊരു പദമുണ്ട്. ആ പദത്തിന്റെ പഞ്ചാരി താളത്തിലുള്ള വടക്കൻ ശൈലി ചെയ്ത അതേ പദം, അതേ കഥയുടെ അതേ പദം തെക്കൻ ശൈലി ചെയ്യുന്ന വ്യത്യാസം നമുക്ക് കാണാം. ഇത് നോക്കിയാൽ കഥകളിയുടെ ആരംഭകാലത്ത് വാസ്തവം പറഞ്ഞ കഥകളി എന്ന കഥ ജനിക്കാൻ അന്നത്തെ പല കലകളും പ്രത്യേകിച്ച് കൃഷ്ണനാട്ടോ മൂടിയാട്ടോ പോലുള്ള ആ പരിവേഷമുള്ള കലകൾ സഹായിച്ചിട്ടുണ്ട് കഥകളി രൂപപ്പെടാൻ. കഥകളി രൂപപ്പെടുമ്പോൾ തന്നെ ആദ്യകാലത്ത് കഥകളി ഇല്ല അതിൻ്റെ പേര് രാമനാട്ടമായിരുന്നു.
കാരണം കൊട്ടാരക്കര തമ്പുരാൻ്റെ 8 കഥകൾ, രാമായണ കഥകൾ, അതാണ് ആദ്യം രാമനാട്ടായി അറിയപ്പെടുന്നത്. ഈ രാമനാട്ടം തുടങ്ങിയ കാലത്ത് കഥകളിയുടെ വളർച്ച ആരംഭ കാലത്താണ്. അപ്പോൾ ആ ശൈലത്ത് തെക്കൻ ശൈലിയുടെ ശരിക്ക് എല്ലാ കഥകളി എവിടെ ഉണ്ടെങ്കിലും തെക്കൻ ശൈലിയിലാണ്, അതിൻ്റെ കപ്ലിങ്ങാട് ശൈലിയുടെ പ്രയോഗമാണ് അവതരണമാർ നടന്നിരുന്നത്. അതിനെ ആ കപ്ലിങ്ങാടൻ പ്രദേശത്ത് കപ്ലിങ്ങാട് അദ്ദേഹത്തിൻ്റെ ആ ശ്രമഫലമായിട്ട് ആ ശൈലി രൂപപ്പെട്ട് അതിന് ശക്തി പ്രാപിച്ചു, അതിന് വേരുണ്ടായി, വളർച്ചയുണ്ടായി. ആ കാലം അതിന് നല്ല പോലെ വികാസമൊക്കെ ഉണ്ടായി. ആ വികസിച്ച തെക്കൻ ശൈലി പിൽക്കാലത്ത്, അന്ന് തെക്കൻ ശൈലി വികസിക്കുന്ന വളരെ പ്രശസ്തമായ നിരവധി ആചാര്യന്മാരുണ്ടായിരുന്നു. ആ നിരവധി ആചാര്യന്മാർ ഒന്നിനൊന്ന് കേമന്മാരായിട്ടുള്ള ആശാന്മാർ, അത് കത്തിവേഷമായാലും സ്ത്രീവേഷമായാലും താടിവേഷമായാലും നല്ല എണ്ണം പറഞ്ഞ കഥകളി ആചാര്യന്മാരാണ് ആ ശൈലിയെ പരിപോഷിപ്പിച്ച് നിർത്താനും അതിൻ്റെ ശൈലി കൊണ്ടു നടക്കാനും അത് കളരിക്കൂടെയും അരങ്ങത്തൂടെയും ആ ശൈലി നിലനിർത്തിക്കൊണ്ടുവന്നു. അതിൽ തുടർന്നു വന്ന അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന വടക്കൻ ശൈലി അല്ലെങ്കിൽ കല്ലുവഴി ശൈലി, ആ രൂപപ്പെട്ട കാലം തന്നെ അതിന് ശക്തമായിട്ടുള്ള, അതിനെ അടിത്തറ ഇട്ടതും അതിന് നേതൃത്വം കൊടുത്തതും അതിൻ്റെ അവതരണക്രമം എഴുതിയതും ഒക്കെ പട്ടിക്കാതുരി ആശാനാണ്. പട്ടിക്കാതുരി ആശാൻ വടക്കൻ ശൈലി വളരെ പ്രകടമായ വ്യത്യാസങ്ങൾ തെക്കൻ നിന്ന് വരുത്തി അതിൻ്റെ ആട്ടക്രമം എഴുതി, അഭിനയ സമ്പ്രദായം എഴുതി, അതിനെ ഒരു ടെക്സ്റ്റ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കഥകളി ലോകത്ത് ഒരു ടെക്സ്റ്റ് സമ്പ്രദായം രൂപപ്പെട്ടത്, അങ്ങനെ തുടക്കം കുറിച്ചത് പട്ടിക്കാതുരി ആശാനാണ്. ആ സമ്പ്രദായക്രമം, വടക്കൻ്റെ ആ കല്ലുവഴി സമ്പ്രദായക്രമത്തിന് ആശാന്റെ മകനായിട്ടുള്ള പത്മാനന്ദ ആശാൻ ഒന്നുകൂടി ഒരു കുറച്ചുകൂടി സുതാര്യതയിൽ അത് ഗ്രന്ഥവൽക്കരിച്ചു. അതിനെ ഒരു കലാമണ്ഡലം ശൈലിയിലേക്ക് മാറ്റി, അതിനെ കലാമണ്ഡലം സിലബസ് എന്ന് രൂപപ്പെടുത്തി മാറ്റിയത് പത്മാശാന്റെ കൂടി ശ്രമകരമായിട്ടാണ്. പക്ഷെ പത്മാശാൻ മാത്രമല്ല, ആ കാലത്തുണ്ടായിരുന്ന എത്രയോ രാമകുട്ടിയാശാൻ മുതൽ നിരവധി ആചാര്യന്മാർ ആ സമയത്ത് ഈ ശൈലിയിൽ നിന്നുള്ള കൃഷ്ണനാരാശാൻ ഒക്കെ വളരെ അങ്ങനെ എത്രയോ പുകൾപ്പെട്ട ആചാര്യന്മാർ വടക്കൻ ശൈലിയുണ്ടായി, തെക്കൻ ശൈലിയുണ്ടായി. ഈ രണ്ട് ശൈലിയും കഥകളി രംഗത്ത് നമുക്ക് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അഭ്യസിക്കുമ്പോഴോ രണ്ടാണെങ്കിലും ഇതിൻ്റെ ആവശ്യം ഇന്നും തെക്കും വടക്കും ഒരേപോലെ. അല്ലാണ്ട് തെക്കൻ പഠിച്ചവനെ ഈ കളിക്ക് വേണ്ട, വടക്കൻ പഠിച്ചവനെ ഈ കളിക്ക് വേണ്ടു എന്നവിടെ ഞാൻ പറഞ്ഞു പറ്റിയ കളിക്കാൻ. ഈ രണ്ടു കൂട്ടരും ഒരേപോലെ വന്ന് ഒരുമിച്ച് വേഷം കിട്ടുന്നു. ഈ രണ്ട് ശൈലിയും ഒരേ സ്ഥാപനത്തിൽ പഠിച്ച് ഒരേപോലെ പുറത്തിറങ്ങി ഒരേപോലെ പ്രവർത്തിയെടുക്കുന്നു. അത് സംഗീതമായാലും വാദ്യമായാലും അതിൻ്റെ കഥകളി അവതരണമായാലും എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. ഇത് ഇന്ന് കാലത്തിൻ്റെ ആവശ്യത്തിന് ഒന്നും മാറ്റിയെടുത്തപ്പെട്ടിട്ടില്ല. ശൈലികൾ രണ്ടുണ്ടാവാം, പക്ഷെ കഥകളി ഒന്നല്ല. അതിൻ്റെ ശൈലിയുടെ പേര് പറയുമ്പോൾ തെക്കനെന്നോ വടക്കനെന്നോ പേരൊന്നും മാത്രമേ. പക്ഷെ എന്തായാലും ഇതിന് ആരംഭത്തിൽ ഈ കലയ്ക്ക് ഉള്ളത് നമ്മൾ പറയുന്നത് തെക്കൻ ശൈലിയാണ്. നമ്മുടെ അസൗകര്യകാലം നമ്മുടെ രവികുമാർ ആശാന് കൂടെ പങ്കെടുക്കാൻ പറ്റിയില്ല. അന്ന് അവിടെ അവതരിപ്പിക്കുമ്പോൾ തെക്കൻ ശൈലി ലീഡ് ചെയ്തത് രവികുമാർ ആശാനാണ്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഞാൻ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നിച്ചാണ് നമ്മുടെ കലാമണ്ഡലത്തിൽ വന്നതും അതിനുശേഷം പരിചയപ്പെട്ടതും ബന്ധമൊന്ന് ഓർത്തെടുക്കാൻ. ഞാൻ കലാമണ്ഡലത്തിൽ വന്ന് ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ ശേഷമാണ് രവികുമാർ വന്നിട്ടുള്ളത്. എനിക്ക് ഏത് കാലത്തും എപ്പോഴും വിളിക്കുമ്പോഴും രവി നല്ല ഒരു കലാകാരനായിട്ട്, സഹോദരനായിട്ട് അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ വാത്സല്യത്തോടെ പെരുമാറുന്നു, സഹകരിക്കുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു തെക്കൻ വടക്കൻ ചൊല്ലിയാട്ടം വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ വരാൻ ചേട്ടാ. അതായത് അത് നടത്തേണ്ടതിൻ്റെയോ ചെയ്യേണ്ടയോ ആവശ്യം ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ഇത് നമ്മൾ നടത്തിയാൽ ഇത് പ്രേക്ഷകൻ കഥകളി കാണുന്നത് ഇന്നിപ്പോൾ തികച്ചും എല്ലായ്പ്പോഴും ആർക്കും എവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ കളിസ്ഥലത്തിന് പോകണമെന്നില്ല, ലൈവ് കളി നമ്മുടെ മുമ്പിൽ എത്തുന്ന കാലഘട്ടം.
എന്നിരുന്നാലും ഇത്തരം ഒരു ഡെമോൺസ്ട്രേഷൻ ഒരു പക്ഷേ പ്രേക്ഷകൻ ഈ രണ്ട് ശൈലിയുടെയും അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധം അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ വിളിച്ചിട്ട് ഞാൻ തയ്യാറെടുപ്പ് എന്തൊക്കെ വേണ്ടി ചോദിക്കേണ്ട മുമ്പ് തന്നെ ഒരു ടെൻഷൻ അടിക്കേണ്ട, ഞാൻ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ ടീം ഫുള്ളായിട്ട് വരും, ചെയ്തിരിക്കും. അപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ സമീപനം കൊണ്ടാണ് നാം ഇത് ഈ ഒരു ചൊല്ലിയാട്ടം അത് ആസ്വാദകരുണ്ടായിരുന്നു. എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ 50-ൽ പരം ആസ്വാദകന്മാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ചോദ്യം ചോദിച്ച ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ശൈലികൾ വ്യത്യാസം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. ഈ രണ്ട് ശൈലികളുടെയും അവതരണ രീതി മനസ്സിലാക്കാൻ പറ്റി. താളങ്ങളിൽ ഒരേ താളങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ വലുതായിട്ട് നടത്തിയില്ലെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ കൂടെ ഈ രണ്ട് ശൈലികളും ഇന്നും കഥകളി ലോകത്തുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാനും രവികുമാറും ഉദ്ദേശിച്ചത്. ഞാൻ മനസ്സിലാക്കുന്ന ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാം ഭാഗം മനസ്സിലുണ്ട്. അത് എത്രത്തോളം ആയി എന്നാണ് ഇതിന് പ്രേക്ഷകരിലേക്ക് എത്തുക? അത് നമ്മൾ വൈകാതെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആരംഭിക്കണമെന്നുണ്ട്. അത് കുറച്ചുകൂടി ആദ്യം ചെയ്ത കഥകളൊക്കെ തെക്കൻ വടക്കൻ ഡെമോൺസ്ട്രേഷൻ വ്യത്യാസമായിട്ട് കുറച്ചുകൂടി ആട്ടക്കർമ്മങ്ങളിലേക്ക്, ശൈലികളിലേക്ക്, സമ്പ്രദായങ്ങളിലേക്ക് കൂടി പ്രവേശിച്ച് കുറച്ചുകൂടി കാര്യക്ഷമമായി ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി വിപുലമായിട്ട് വളരെ വൈകാതെ നടത്തും. പിന്നെ കാലം സമയം ഡേറ്റ് നോക്കി ആയതുപോലെ തന്നെ കലാമണ്ഡലം വെങ്കടാശാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. കഥകളിയായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമോ ഉള്ളവർക്കും അദ്ദേഹമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായും സന്തോഷം.